സർക്കാർ ഇപ്പം സഹകരണ ബാങ്കുകളുടെ ഒക്കെ പറയുകയാണ്, നിങ്ങൾ എല്ലാവരും കൂടി നിങ്ങളുടെ ഫണ്ടിൽ നിന്ന് എന്ത് ചെയ്യണം, ഈ സപ്ലൈകോക്ക് കൊടുക്കാനുള്ള പൈസ സഹകരണ ബാങ്കുകൾ നൽകണം. എന്നിട്ട് സഹകരണ ബാങ്കുകൾക്ക് പിന്നെ നൽകിക്കൂടെ? ഏത് പിന്നെ വരാനിരിക്കുന്ന UDF സർക്കാരിന്റെ, ആർക്കും സംശയമൊന്നുമില്ലല്ലോ, വരാനിരിക്കുന്ന UDF സർക്കാരിന്റെ തലയിലേക്ക് ഒരു വലിയ ഭാരം, ഈ കടബാധ്യത മുഴുവൻ തള്ളുകയാണ് പിണറായി വിജയൻ. ഒന്ന് ആലോചിച്ചോണേ, കേരളം ഇതേപോലെ കടത്തിൽ മുങ്ങിക്കുളിച്ചൊരു കാലം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ല കേട്ടോ. എന്നിട്ടാണ് ഉളുപ്പുമാനില്ലാതെ പരനാറികൾ നാടുകളെ ബോർഡ് വെച്ചിട്ട് പിണറായി വിജയന്റെ വലിയ തല, ആ ബോർഡ് നാടുകളെ, ആ ബോർഡിന് 260-270 കോടി രൂപയാണ് എന്റെയും നിങ്ങളുടെയൊക്കെ പോക്കറ്റ് കൈയിട്ടിട്ട് 270 കോടി രൂപയുടെ ഹോർഡിങ്സ്. എന്നിട്ട് ഉളുപ്പുമാനില്ലാതെ എന്തോ മൂന്നാം തവണ എന്തിനാ നിങ്ങൾ മൂന്നാം തവണ എന്തിന് കട്ടുമുടിക്കാനോ? സപ്ലൈകോക്ക് നിങ്ങൾ പൈസ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ പിന്നെ നിങ്ങൾ എന്തിനാ ഭരിക്കുന്നത്? എന്തിനാ 40 കാറുകളുടെ അകമ്പടിയോട് ഉളുപ്പില്ലടോ വിജയാനിക്ക്? ഉളുപ്പില്ലേ? 40 കാറുകളുടെ അകമ്പടി, ഹെലികോപ്റ്റർ, സാധാരണ ജനങ്ങൾ ഇങ്ങനെ നരകിക്കുകയാണ്. അവശ്യ വസ്തുക്കൾ വിലക്കയറ്റത്തില് കേരളത്തിന്റെ സ്ഥാനം എവിടെയാണെന്ന് അറിയോ? ഈ അന്തംകമ്പികൾ മുഴുവൻ വിജയന്റെ വാഴ്ത്തുപാട്ടുകൾ പാടുകയാണല്ലോ. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ രാജ്യത്ത് ഏറ്റവും വില കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ്. പറയണോ വിജയ, പറയണോ? ഒന്നാം നമ്പർ എന്നല്ലേ ഈ വിലക്കയറ്റത്തിൽ ഒന്നാം നമ്പറാണെന്ന് പറ. എന്നിട്ട് പറ ആൾക്കാരോട് വോട്ട് ചെയ്യാൻ. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വീണ്ടും വില കയറ്റും, നിങ്ങളെയൊക്കെ പട്ടിണിയിൽ മുക്കി കൊല്ലുന്നു പറയണോ വിജയ? അതാണോ ചെയ്യേണ്ടത്? സത്യം മുഴുവൻ മൂടി വെക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നമ്മൾ, കേരളം കഴിഞ്ഞ 12 മാസമായി ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൂടുതലുള്ള വിലക്കയറ്റത്തിൽ ഒന്നാം സ്ഥാനത്താണ്. അപ്പോഴാണ് സാധാരണ ജനങ്ങൾക്ക് ആശ്വാസമാകേണ്ട സപ്ലൈകോയെ ഈ നരാധമൻ എന്ത് ചെയ്യുന്നറിയോ? നശിപ്പിച്ചത്. ആ വാർത്തയാണ് മാതൃഭൂമി കൊടുത്തത്. അതിങ്ങനെയാണ്, ബിജു പരവത്തിന്റെ സ്റ്റോറിയാണ് കേട്ടോ. ആരും ഇത് ശ്രദ്ധിക്കാതെ പോകരുത്. ഈ വാർത്ത ഇങ്ങനെയാണ്: സപ്ലൈകോയ്ക്ക് സർക്കാർ നൽകേണ്ട പണത്തിന്റെ ബാധ്യത തൽക്കാലം സഹകരണ ബാങ്കുകളോട് ഏറ്റെടുക്കാൻ നിർദ്ദേശം. സഹകരണ ബാങ്കുകളോട് പറയാണ്, അതായത് സപ്ലൈകോക്ക് കൊടുക്കാൻ സർക്കാരിന്റെ അടുത്ത് കാശില്ലാന്ന്. എങ്ങനെ കാശുണ്ടാവാൻ? ഉള്ള കാശ് മുഴുവൻ അമ്മായിയച്ഛന്റെയും മരുമോന്റെയും ജയത്തിന് വേണ്ടിയിട്ട് ഒരു കാലത്തും ജയിക്കില്ല. ധർമ്മടത്ത് പോലും വിറക്കുകയാണ്. ജി സുധാകരൻ പറഞ്ഞു, ഈ ധർമ്മടത്ത് ഇന്നേവരെ CPM അല്ലാത്ത ആരും ജയിച്ചിട്ടില്ല. അവിടെ പോലും കാരണഭൂതം വിറക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഈ പൈസ മുഴുവൻ ദൂർത്തടിച്ചിട്ട് സഹകരണ ബാങ്കുകളോട് പറയാണ്, നിങ്ങൾ കടം വീട്ടാൻ, അതായത് സംസ്ഥാന സർക്കാർ വരുത്തി വെച്ച കടം വീട്ടാൻ സഹകരണ മേഖലയും തകർക്കുകയാണ് ഈ നൃശംസൻ. എന്നിട്ട് പറയുന്നു മൂന്നാം തവണ. വാഴ്ത്തുപാട്ടുകാർക്കൊന്നും മിണ്ടാനില്ലേ? ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ, ഇവിടുത്തെ എഴുത്തുകാർ എല്ലാവരും പറയുന്നു, എന്തോ പിണറായി എന്തോ മഹാസംഭവം. ഇതാണ് സംഭവം. കട്ടുമുടിക്കുന്നു. ചോദിക്കാനും പറയാനും ആരുമില്ല. ചോദിക്കുന്നവരെ പറയുന്നവരെ കൈ ചൂണ്ടി മാറി നിൽക്കോ, കടക്കുപുറത്ത്. ചോദ്യം നിന്റെ തന്തയോട് ചോദിച്ചാൽ മതി എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അല്ലേ? ഒരു സഖാവ ചോദിച്ചത്, CM ഒരു ചോദ്യമുണ്ട്, പോയി വീട്ടിൽ പോയി ചോദിക്കണമെന്നാ പറഞ്ഞത്. വീട്ടിൽ ആരാണ്? വീട്ടിൽ പോയി ചോദിക്കണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നിന്റെ തന്തയോട് ചോദിക്കുക, അല്ലെങ്കിൽ നിന്റെ തള്ളയോട് ചോദിക്കുക എന്ന് പറയുന്ന അർത്ഥമനാണ് പിണറായി വിജയൻ. അവന്റെ വകുപ്പിലെ തോന്നിവാസമാണ്, അവന്റെ വകുപ്പിലുണ്ടായ നെറികേടിനെ കുറിച്ചാണ് മാതൃഭൂമി ഈ വാർത്ത കൊടുത്തത് കേട്ടോ. ഞെട്ടലോടെ അല്ലാതെ ഈ വാർത്ത വായിക്കാൻ പറ്റില്ലെന്നേ. എവിടെയും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പിന് 10 ദിവസം മാത്രം ബാക്കി നിൽക്കെ സപ്ലൈകോക്ക് കടബാധ്യതയിൽ കടത്തിൽ മുങ്ങിക്കിടക്കുന്ന സപ്ലൈകോ അതിന്റെ ദയനീയ അവസ്ഥയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇവരൊക്കെ തലയിൽ മുണ്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി നടക്കേണ്ടത്. അതിന് പകരം വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾ. ഉളുപ്പില്ലാത്ത വർഗങ്ങൾക്ക് ആസനത്തിൽ ആല് മുളച്ചാൽ ആ ആലിന്റെ തണൽ നല്ല തണലാണെന്ന് കരുതുന്ന അമ്മായിയച്ഛനും മരുമോനും. 300 കോടി രൂപയാണ് അടിയന്തരമായി വേണ്ടത്. കേരള ബാങ്കിൽ 100 കോടിയിലധികം നിക്ഷേപമുള്ള പ്രാഥമിക സഹകരണ ബാങ്കുകളോട് 20 കോടി വീതം അടിയന്തരമായി നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി സഹകരണ സംഘം രജിസ്ട്രാർ ഞായറാഴ്ച അടിയന്തര ഓൺലൈൻ യോഗം വിളിച്ചു. എന്നാൽ പെൻഷൻ കൺസോർഷ്യത്തിലേക്ക് നൽകിയ പണത്തിന്റെ പലിശ പോലും കിട്ടുന്നില്ല എന്ന് ബാങ്കുകാർ ചൂണ്ടിക്കാട്ടി. സഹകരണ ബാങ്കുകളെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൺസോർഷ്യം രൂപീകരിച്ചത്. അതിന്റെ പലിശ പോലും സർക്കാർ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ എന്ന് പറഞ്ഞാലുണ്ടല്ലോ,
ഈ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കഴിഞ്ഞ 10 വർഷം കഴിഞ്ഞ 10 വർഷം ഭരിച്ച് മുടിപ്പിച്ചിട്ട് നിങ്ങൾ ആലോചിക്കണം. 1.5 ലക്ഷം കോടിയായിരുന്നു കഴിഞ്ഞ 60 വർഷം കേരളം ഉണ്ടാക്കിയ കടം. 1.5 ലക്ഷം കോടി. അത് ഈ പിണറായി വിജയൻ 6 ലക്ഷം കോടി 6 ലക്ഷം കോടി കടം വരുത്തി വെച്ചിട്ടാണ് ഈ മനുഷ്യൻ ഇറങ്ങിപ്പോകുന്നത്, അല്ലെങ്കിൽ ഇറക്കി വിടുന്നതോ ഇവിടുത്തെ ഓരോ വോട്ടർമാരും. ഈ വരുന്ന 4-ാം തീയതി അടുത്ത മാസം 4-ാം തീയതി ഫലമറിയുമ്പോൾ ഇയാൾ തല താഴ്ത്തി കുമ്പിട്ട് നടന്നു പോകുമ്പോ ഒരു സംസ്ഥാനത്തെ ആകെ കടത്തിൽ മുക്കി കൊന്നിട്ടാണ് ഈ അധമൻ കസേര വിട്ട് ഒഴിഞ്ഞു പോകുന്നത് കേട്ടോ. ഒരു കാലത്തും പൊറുക്കില്ല. കേരളത്തിലെ ജനങ്ങൾ ഒരു കാലത്തും പൊറുക്കില്ല പൊറുക്കില്ല കേട്ടോ. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. ഒരു നാടിനെ ആകെ കടത്തിൽ മുക്കിക്കൊണ്ട് ഏറ്റവും അവസാനം വയനാട്ടിലെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും കഴിഞ്ഞ 1-ാം തീയതി മാർച്ച് 1-ാം തീയതിയായിരുന്നു ഇവന്റെ ഉദ്ഘാടനം. അതായത് ആകെ 410 പേർക്ക് വീടുകൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതില് 178 വീടുകളുടെ പണി പൂർത്തിയായെന്നും പറഞ്ഞിട്ട് മാർച്ച് 1-ന് ഒരു മാമാങ്കം നടത്തിയതിൽ കോടികളുടെ പരസ്യം ചെയ്തുകൊണ്ട് ഒരു വീട്ടിൽ പോലും ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പണി ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. ആലോചിക്കണം നിങ്ങൾ. ആ ദുരന്തം നടന്നിട്ട് 2 വർഷമായി അല്ലെ? 2 വർഷമാകാറായി. ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ കൊടുത്ത 775 കോടി രൂപ ഇവന്റെ ഫണ്ട് കിടക്കുകയാണ്. 775 കോടി രൂപ. അതിന്റെ 10-ൽ-1 ഭാഗം മതി ഈ വീടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ. 410 വീടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ അതിന്റെ 10-ൽ-1 ഭാഗം മതി. ചെയ്യുന്നില്ല ഈ ദുഷ്ടൻ. എന്നിട്ട് ഈ വസീഫും കൂട്ടരും എന്ന് പറഞ്ഞാൽ കുട്ടി സഖാക്കന്മാർ കോൺഗ്രസുകാർ വീടുണ്ടാക്കി കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസുകാർ വീടുണ്ടാക്കാൻ വേണ്ടി വാങ്ങിയ സ്ഥലം അവിടെ കല്ലിട്ട് പോയിട്ടേ ഉള്ളൂ, അവിടെ വീടുണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ കുടിൽക്കട്ടി സമരം നടത്തുകയാണ് ആഭാസന്മാർ. ആലോചിച്ചോളി, ഇവനൊക്കെ കുടിൽക്കട്ടി സമരം നടത്തേണ്ടത് ക്ലിഫ് ഹൗസിന്റെ മുറ്റത്താണ്, പിണറായി വിജയന്റെ വീട്ടിന്റെ മുറ്റത്താണ്. നമ്മൾ കൊടുത്ത പൈസ കോടികൾ 775 കോടി. അത് കഴിഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ കൊടുത്ത പണം. ഇതൊക്കെ ഫണ്ട് വെച്ചിട്ട് വകമാറ്റിയോ എന്ന് നമുക്കറിയില്ല. അതൊക്കെ അവിടെ ഉണ്ടോ എന്നറിയില്ല, കട്ടുമുടിച്ചോ എന്നറിയില്ല, ഒരു കണക്കുമില്ല. എന്നിട്ട് ഈ 410 ആൾക്കാർക്ക് 2 കൊല്ലം കഴിഞ്ഞിട്ടും വീട് വെച്ച് കൊടുക്കാൻ പറ്റാത്ത നീയൊക്കെ എന്തിനാടോ ഭരിക്കുന്നത്? എന്തിനാടോ ഈ നാട് ഭരിക്കുന്നത്? കോൺഗ്രസുകാർ അവരുടെ പൈസക്ക് അവർ വെച്ച് കൊടുക്കാതിരിക്കുകയോ ചെയ്യട്ടോ. വസീഫെ ഉളുപ്പിടോ. കോൺഗ്രസുകാർ പക്ഷെ വീട് വെച്ച് കൊടുത്തില്ലാന്ന് വിചാരിക്കാം. നീയൊക്കെ എന്ത് പുണ്ണാക്കാണോ ചെയ്യാൻ പോകുന്നത്? ഇത് CPM-കാരുണ്ടാക്കി കൊടുക്കുന്ന വീടല്ല കേട്ടോ. ഇവിടുത്തെ ജനങ്ങൾ, അതാണ് മമ്മൂട്ടി പറഞ്ഞത്, ഇവിടുത്തെ ജനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന വീടാണ്. അതാണോ ആദ്യം പൂർത്തീകരിക്കേണ്ടത്? കോൺഗ്രസുകാർ ഒരു വീട് ഉണ്ടാക്കി കൊടുക്കുന്നില്ല. താരൊക്കെ എന്ത് പുണ്ണാക്കാണ് ചെയ്യാൻ പോകുന്നത്? കോൺഗ്രസുകാർ ഒരു വീടും ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുക. കോൺഗ്രസുകാർ അവരുടെ ഒരു താല്പര്യം അനുസരിച്ച്, അവരുടെ ആഗ്രഹം അനുസരിച്ച് അവർക്ക് ഈ പറയുന്ന ദുരന്ത ബാധിതരോടുള്ള ഒരു സഹാനുഭൂതി കൊണ്ട് അവർ പറയുകയാണ് ഞങ്ങൾ ഒരു 100 വീട് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അത് വൈകിപ്പോയത്രേ. മുസ്ലിം ലീഗ് 50 വീടുകൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു, വേറെ 50 വീടുകൾ ഉണ്ടാക്കാൻ പോകുന്നു. ഇത് CPM-ന്റെതല്ലാതെ നമ്മുടെ പൈസ 770 കോടി രൂപ പോക്കറ്റിൽ ഇട്ടിട്ട് കേന്ദ്രം കൊടുത്ത വേറൊരു 800 കോടി അതും ഇട്ടിട്ട് ഏതാണ്ട് ഒരു 2000 കോടി ഫണ്ട് അവിടെ കിടക്കുകയാണ്. ഇതൊക്കെ ഒരു മാസം കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാവുന്ന സാധനമാണ് ഈ ദുഷ്ടൻ. 2 വർഷമായിട്ടും എന്ന് പറഞ്ഞാൽ പാവങ്ങൾ അത്ര മതിയെന്നേ. ദുരന്ത ഫണ്ട് കട്ടുപിടിക്കുന്ന ഒരു സർക്കാർ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ട് വീണ്ടും ഉളുപ്പില്ലാതെ വോട്ട് ചോദിക്കുകയാണ് സഖാക്കന്മാർ. ആരാണ് ഇവർക്ക് വോട്ട് ചെയ്യുക? ഈ അന്തംഗമ്മികൾ, അതല്ലാതെ ഈ അടിമ കമ്മികൾ, അതല്ലാതെ വേറെ ആരാണ് ഇവർക്ക് വോട്ട് ചെയ്യുക? അടുത്ത തവണ UDF അധികാരത്തിൽ വരുമ്പോ UDF-കാർ ഒന്നോർത്താ മതി, നിങ്ങളെ ജയിപ്പിക്കാൻ പോകുന്നത് കോൺഗ്രസുകാരോ ലീഗുകാരോ ഒന്നുമല്ല, ഇവിടുത്തെ CPM-കാരാണ്. ഈ ദുഷ്ടൻ വീണ്ടും വരരുത്, ഈ MIS-നും മരുമോനും വീണ്ടും വരരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഇവിടുത്തെ സഖാക്കളാണ് നിങ്ങളെ ജയിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. അത് മറന്നു പോകരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ ചർച്ച ചെയ്യാമെന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിണറായി വിജയൻ സർക്കാർ ഏത് തരത്തിലൊക്കെയാണ് കേരളത്തെ ഭരിച്ച് മുടിപ്പിച്ചത് എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. നിങ്ങൾ ആലോചിക്കണം, ഇനി 10 ദിവസമാണ് ബാക്കിയുള്ളത്. വോട്ടെടുപ്പിന് 10 ദിവസം മാത്രം ബാക്കി നിൽക്കേ സപ്ലൈകോ എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, ദരിദ്ര വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് സപ്ലൈസ് അല്ലെ? ഈ സപ്ലൈകോയുടെ കടം വീട്ടാൻ
എത്ര കടന്നറിയോ, കോടികളുടെ കടം. അത് വീട്ടാൻ മറ്റാരുണ്ട് എന്നുള്ളതാണ് ഈ കടബാധ്യതയെക്കുറിച്ചുള്ള ഈ സ്റ്റോറി നമ്മളോട് പറയുന്നത്. കൈമലർത്തി സഹകരണ ബാങ്കുകളും വേണ്ടത് 300 കോടി, അടിയന്തരമായി വേണ്ടത് 300 കോടിയാണ്. സർക്കാർ വിളിച്ച സഹകരണ ബാങ്കുകളുടെ യോഗം ഉടക്കിപ്പിരിഞ്ഞു.